السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. قل أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال المنجم والطبيب كلاهما لن يحشر الأموات قلت إليكما إن صح قولكما فلست بخاسر لو صح قولي فالخسار عليكما. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സായം സന്ധ്യയിലുള്ള പരിപാടിയുടെ പിറകിൽ ഏതെങ്കിലും ഒരു സംഘടനയെ കുറ്റം പറയുക എന്ന ലക്ഷ്യമില്ല. ഏതെങ്കിലും ഒരു വ്യക്തികളെ ആക്ഷേപിക്കുക എന്ന ലക്ഷ്യമില്ല. ഇനി ഈ സംസാരം കേൾക്കുന്ന ആരെയെങ്കിലും ഒന്ന് വേദനിപ്പിക്കണം എന്നും വല്ലാഹി ഇത് സംഘടിപ്പിച്ചവർക്കോ സംസാരിക്കുന്നവർക്കോ ഉദ്ദേശമില്ല. പിന്നെ ഈ പരിപാടിയുടെ പിറകിലുള്ള ഉദ്ദേശം എന്താണ്? ഇസ്ലാഹ്, സംസ്കരണം, അല്ലെ? നമ്മളെല്ലാവരും നാളെ അള്ളാഹുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും, ആരും ഒഴിവല്ലാതിൽ നിന്ന്. സൂറത്തുൽ ആല ഇമ്രാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സത്യം പറഞ്ഞു തന്നു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്
وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അല്ലാഹുവിന്റെ വചനം അല്ലാഹു പറയുകയാണ്, ആദമിന്റെ മക്കളെ, സ്നേഹത്തോടുകൂടിയുള്ള റബ്ബിന്റെ വചനം, ആദമിന്റെ മക്കളെ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, അധികാരിയാകട്ടെ അധീനനാകട്ടെ, കുബേരനാകട്ടെ ദരിദ്രനാകട്ടെ, അമേരിക്കയിൽ സായിപ്പിന്റെ മകനായി ജനിച്ചുകൊണ്ട് ഐശ്വര്യത്തിന്റെ തൊട്ടിലിൽ കിടന്ന് വളർന്നവനാകട്ടെ, ആരോരുമില്ലാതെ സോമാലിയുടെ തെരുവുകളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി യാചിക്കുന്ന പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ മകനാകട്ടെ, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് മക്കളെ, ആ മരണത്തിന് ശേഷം ഒരു കൂടലുണ്ട് മക്കളെ, ആ മരണത്തിന് ശേഷം അല്ലാഹുവിന്റെ അടുത്തൊരു കൂടലുണ്ട്. അനുജന്മാരെ, ആ കൂടലിൽ നീ എന്താണോ ചെയ്തത്, നിന്റെ കരങ്ങൾ എന്താണോ പ്രവർത്തിച്ചത്, നിന്റെ പാദങ്ങൾ എവിടേക്കാണോ നടന്നു പോയത്, നിന്റെ നാവുകൾ എന്താണോ മന്ത്രിച്ചത്, നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളിൽ നീ കൊണ്ടു നടന്ന ആദർശം എന്താണോ, എല്ലാത്തിനും നിന്റെ വാക്കുകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും നിന്റെ ചിന്തകൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ആരാന്റെ മുന്നിൽ തന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അക്കം കൂട്ടുന്ന പെണ്ണെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പഞ്ചമുച്ചമടക്കിക്കൊണ്ട് നിൽക്കേണ്ട ഒരു ദിവസത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നീ? പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ബാങ്കിന്റെ ധ്വനികൾ ഉയരുന്ന സമയത്ത് പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ഉറക്കത്തിന്റെ ഗാഢതയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിമേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പഞ്ചമുച്ചമടക്കിക്കൊണ്ട് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആ ഒരു ദിവസത്തിലുണ്ടല്ലോ, ഭാര്യ തുണക്കാത്ത ദിവസം, മക്കള് തുണക്കാത്ത ദിവസം, വാപ്പ തുണയില്ലാത്ത ദിവസം, ഉമ്മ തുണയില്ലാത്ത ദിവസം, ആ ദിവസത്തിൽ ആരാണോ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്, ആരാണോ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് കിളികൾ പാറിക്കളിക്കുന്ന ആനന്ദത്തിമിർപ്പുള്ള സ്വർഗത്തിന്റെ കവാടം കടന്നുകൊണ്ട് അവന്റെ കാലടികൾ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ വെക്കുന്നതാരാണോ അവനാണ് ഭാഗ്യവാൻ. ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. പ്രിയപ്പെട്ട അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, ബാപ്പമാരെ, ഉമ്മമാരെ, ഹൃദയത്തുടിപ്പിന്റെ അകത്തളങ്ങളിൽ രേഖപ്പെടുത്തി വെക്കേണ്ട വല്ലാത്ത വചനം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നീ കാണുന്ന ദുനിയാവിന്റെ പച്ചപ്പുണ്ടല്ലോ, നീ കാണുന്ന ദുനിയാവിന്റെ ആനന്ദമുണ്ടല്ലോ, നീ കാണുന്ന ദുനിയാവിന്റെ സന്തോഷമുണ്ടല്ലോ, ഒരിക്കലും നശിക്കുകയില്ല എന്ന് വിചാരിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നിന്റെ ദുനിയാവിന്റെ ആർഭാടവും അന്തസ്സുമുണ്ടല്ലോ, ദുരഭിമാനമുണ്ടല്ലോ, പഞ്ചലയുടെ വിഭവമാണ് മോനെ. മരണം വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് നിന്റെ ധനം നിനക്ക് ഉപകരിക്കുകയില്ല, നിന്റെ തലയിൽ തലോടിയ നിന്റെ കാമുകി നിനക്ക് ഉപകരിക്കുകയില്ല, നിനക്ക് വേണ്ടി സിന്താവ വിളിച്ച നിന്റെ അനുയായികൾ ഉപകരിക്കുകയില്ല. മകനേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി
വസാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. 10 മാസം ഗർഭാശയത്തിന്റെ അകത്ത് ഗർഭം ധരിച്ച എന്റെ പ്രിയപ്പെട്ട മാതാവ് ആ മഅ്ശറയിൽ ഈ പൊന്നുമകനെ കാണുമ്പോ ഓടിയകലുന്ന ദിവസം, വസാഹിബതിഹി വബനീഹി, നിന്റെ മകനും നിന്റെ ഭാര്യയും ഓടിയകലുന്ന ദിവസം. ഇന്നെനിക്കൊരു രോഗം വന്നാൽ, എന്റെ ഒരു കിഡ്നി ഫെയിലായാൽ, എന്റെ ഹൃദയത്തിന്റെ പിടിപ്പിന്റെ താളമൊന്ന് തെറ്റിയാൽ, എന്റെ കണ്ണെങ്ങാനും ആർദ്രമായാൽ, എന്റെ കവിളിന്റെ പുറത്തുകൂടി കണ്ണുനീര് ചാലിട്ടൊഴുകിയാൽ എന്റെ വാപ്പയുടെ മനസ്സ് വേദനിക്കും. എന്റെ കിഡ്നി ഒന്ന് ഫെയിലായാൽ വാപ്പയ്ക്കുള്ള എല്ലാ സ്വത്തുക്കളും വിറ്റുതൊലച്ചുകൊണ്ട് എന്റെ ഒരു കിഡ്നി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വാപ്പ സഹായിക്കും. ഞാൻ ജീവച്ഛവമായി ജീവിതകാലം മുഴുവൻ കിടക്കുമെന്ന് തോന്നിയാലും വാപ്പ എല്ലാ സ്വത്തുക്കളും വെച്ചുകൊണ്ട് ഈ പൊന്നുമോനെ ഒരുപക്ഷെ സംരക്ഷിച്ചേക്കാം. വാപ്പ കാറ് വേണമെന്ന് പറയുമ്പോൾ കാറ് വാങ്ങിത്തരും, വാപ്പ മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ വാങ്ങിത്തരും, വാപ്പ ലാപ്ടോപ്പ് വേണമെന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് വാങ്ങിത്തരും. പക്ഷേ നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഉനൈസ് എന്ന് പറയുന്ന എന്റെ വാപ്പയുടെ പൊന്നുമകൻ അമലിന്റെ കുറവോടുകൂടി വാപ്പയുടെ അടുത്ത് ചെല്ലുകയാണ്. വാപ്പാനോട് പറയുകയാണ്, വാപ്പ, പ്രിയപ്പെട്ട വാപ്പ, ദുനിയാവിൽ വെച്ച് എന്നെ ചികിത്സിച്ച വാപ്പ, ദുനിയാവിൽ വെച്ച് എനിക്ക് കാറ് വാങ്ങിച്ചെന്ന വാപ്പ, ദുനിയാവിൽ വെച്ച് എനിക്ക് മൊബൈൽ വാങ്ങിച്ചെന്ന വാപ്പ, ദുനിയാവിൽ വെച്ച് എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്ന വാപ്പ, എന്റെ കണ്ണൊന്ന് നിറഞ്ഞ സമയത്ത് 1000 കുതിരശക്തിയോടുകൂടി എന്റെ കണ്ണുനീര് തുടക്കാൻ ആർജവം കാണിച്ച, ഉത്സാഹം കാണിച്ച വാപ്പ, ഇന്നിതാ ഉനൈസിന്റെ കയ്യിൽ അമൽ കുറവാണ്, ഇന്നെന്റെ കയ്യിൽ അമൽ കുറവാണ് വാപ്പ. വാപ്പ ഒരുപാട് അമലും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോകുകയല്ലേ, സ്വർഗത്തിൽ എന്നേക്കുമുള്ള ആനന്ദത്തിൽ തിമിർത്താടാൻ പോകുകയല്ലേ, വലിയ ദർജയല്ലേ സ്വർഗത്തിൽ കിട്ടിയിരിക്കുന്നത്. ഈ പൊന്നുമകനിതാ നരകത്തിന്റെ പാതാളത്തിൽ വീണുകൊണ്ട് എന്നേക്കുമായി നരകിക്കാൻ പോകുകയാണ്. വാപ്പയുടെ പക്കൽ നിന്ന് ഒരൊറ്റ അമൽ എനിക്ക് കിട്ടിയാൽ വാപ്പ നരകത്തിലേക്ക് പോകുകയില്ല. പക്ഷേ വാപ്പ സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ ഈ മകനും കൂടെ വരാം വാപ്പ. അവിടെ വെച്ച് എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് പറയുന്ന മറുപടി എന്താണ്? പൊന്നുമോനെ, ഇത് മഹ്ശറയാണ്, പൊന്നുമോനെ, ഇത് പരലോകമാണെടാ. ഇവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, ഇവിടെ സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല, ഇവിടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല, ഇവിടെ ബന്ധങ്ങളുടെ നൂലാമാലകളില്ല. നഫ്സി നഫ്സി, എന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തമാണ്. എനിക്ക് നിന്റെ കണ്ണുനീര് കാണേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്റെ കരച്ചിൽ കാണേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്റെ ദുഃഖം കാണേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം മോനെ, മോൻ നരകത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാപ്പ എന്നെ ആട്ടിയകറ്റുന്ന വല്ലാത്ത ഒരു ദിവസം, യൗമ യഫിറുൽ മർഉ മിൻ അഖീ എന്ന ഖുർആനിലൂടെ ലോകേകനാഥനായ അല്ലാഹു പരിചയപ്പെടുത്തി തന്ന ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദിവസത്തിലേക്ക് വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ട് മാത്രമാണ് ഈ പരിപാടി. ആ ദിവസത്തിലേക്ക് വേണ്ടിയുള്ള ഒരു മുതൽക്കൂട്ട് മാത്രം. ആരെയും അധിക്ഷേപിക്കാനില്ല, ആരെയും അധിക്ഷേപിക്കാനില്ല, ആരെയും കുറ്റപ്പെടുത്താനില്ല, വ്യക്തികളെ എടുത്താക്ഷേപിച്ച് ബോറടിപ്പിക്കാനില്ല. പിന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അല്ലേ? എല്ലാവരും ഒരുമിച്ച് കൂടും ആ ജീവിതത്തിൽ, എല്ലാവരും ഒരുമിച്ച് കൂടും, ആരും ഒഴിവാകില്ല. ആ ജീവിതത്തിൽ അള്ളാനോട് പറയണം, പടച്ചോനെ, കാസർഗോഡ് ഇന്ന സ്ഥലത്ത് ഇന്ന തീയതിയിൽ എന്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. സംഘാടകർക്ക് പറയണം, ഞങ്ങളുടെ കടമ ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേൾക്കാത്തത് ഞങ്ങൾ ഉത്തരവാദികളല്ല, കേൾക്കാത്തതിന് ഞങ്ങൾ ഉത്തരവാദികൾ എന്ന് പറയാൻ എന്ന ഒരു ഒഴികടിവിന് മാത്രം, ഒരു ഇസ്ലാഹിന് മാത്രം, ആളുകളെ നന്നാക്കുവാൻ മാത്രമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് ഭൂമിയുടെ പല ഭാഗത്തു നിന്നും മണ്ണെടുത്തുകൊണ്ടാണ്. കറുത്ത മണ്ണെടുത്തു, വെളുത്ത മണ്ണെടുത്തു, മലയുടെ മുകളിൽ നിന്ന് മണ്ണെടുത്തു, താഴ്വാരത്ത് നിന്ന് മണ്ണെടുത്തു, ഫെർട്ടൈൽ ഫലഭൂയിഷ്ഠമായ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തു, തീരെ ഫലഭൂയിഷ്ഠതയില്ലാത്ത മരുഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു. അങ്ങനെ ഭൂമിയുടെ നാനാ ഭാഗത്തു നിന്നുമുള്ള ഒരു പിടി മണ്ണ് കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടി
ശക്തിപ്പെടുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, അത് കാരണമാണ് മനുഷ്യരിൽ കറുത്തവരുണ്ടായത്. സയന്റിഫിക്കലായി ചിന്തിക്കല്ലേ, ശാസ്ത്രീയമായി ചിന്തിക്കരുത്. ഇത് പ്രവാചകന്റെ വചനമാണ്. പ്രവാചകന്റെ വചനത്തെ എമുലേറ്റ് ചെയ്യുക, ബ്ലൈൻഡ്ലി വിശ്വസിക്കുക, അന്ധമായി വിശ്വസിക്കുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ കടമ, അല്ലേ? അതാണ് ഒരു മുസ്ലിമിന്റെ കടമ. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യരിൽ കറുത്തവരുണ്ട്, മനുഷ്യരിൽ വെളുത്തവരുണ്ട്, ബുദ്ധിയുള്ളവരുണ്ട്, മന്ദബുദ്ധികളുണ്ട്, ഉത്കൃഷ്ടരുണ്ട്, നികൃഷ്ടരുണ്ട്. എന്തേ കാരണം? മനുഷ്യരെ സൃഷ്ടിച്ചത് കറുത്ത മണ്ണിൽ നിന്നാണ്, മനുഷ്യരെ സൃഷ്ടിച്ചത് വെളുത്ത മണ്ണിൽ നിന്നാണ്. മലയുടെ മുകളിൽ നിന്നും മണ്ണെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്കൃഷ്ടരായ ആളുകളുണ്ട്. മലയുടെ താഴ്വാരത്ത് നിന്ന് മണ്ണെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ നികൃഷ്ടരായ ആളുകളുണ്ട്. ഫലഭൂയിഷ്ടമായ മണ്ണിൽ നിന്ന് മണ്ണെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മനുഷ്യരിൽ ബുദ്ധിയുള്ള ആളുകളുണ്ട്. ഫലഭൂയിഷ്ടതയില്ലാത്ത മരുഭൂമിക്ക് തുല്യമായ സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മനുഷ്യരിൽ ബുദ്ധിയില്ലാത്ത ആളുകളുണ്ടായി. അല്ലെ? നാനാ വർണ്ണ വർഗ ജാതി ഭേദ ഭാഷാ രാഷ്ട്രഭേദമന്യേ മനുഷ്യനിൽ ഈ ഭൂലോകത്ത് മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു. അല്ലെ? വിവിധ തരത്തിലുള്ള വൈവിധ്യങ്ങളും വൈജാത്യങ്ങളുമായി അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ത്യ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജൈനനും ബുദ്ധനും പാഴ്സിയും മതമുള്ളവനും മതമില്ലാത്തവനും നിരീശ്വരവാദിയും നാസ്തികനും അത്യസ്റ്റും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നു. മനുഷ്യന് അവന്റേതായ ആദർശം സ്വീകരിക്കുവാനുള്ള അവകാശമുണ്ട്, മനുഷ്യന് അവന്റേതായ വഴി സ്വീകരിക്കുവാനുള്ള അവകാശമുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മണ്ണെടുത്ത് സൃഷ്ടിച്ചപ്പോ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചതാണ് ആ കാര്യം. ഇസ്രായേലിയർക്കിടയിൽ ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനുഷ്യ ശരീരത്തെ അള്ളാഹു ഉണ്ടാക്കി, അതിങ്ങനെ പരലോകത്ത് കിടക്കുകയാണ്. ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതിലേക്ക് കടന്നു വന്നു. ഇബ്ലീസ് കടന്നു വന്നു, ആദം നബിയുടെ ശരീരത്തിൽ കൊട്ടി നോക്കി. ഒരു ടിങ് ടിങ് ശബ്ദം. ഹദീസ് അല്ലട്ടോ, ഇസ്രായേലിയർക്കിടയിലുള്ള ഒരു കഥയാണ്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ഇവന്റെ മേലിൽ എനിക്ക് സ്വാധീനം തന്നാൽ ഞാൻ ഇവനെ പരാജയപ്പെടുത്തും, എന്റെ മേലിൽ ഇവന് സ്വാധീനം കൊടുത്താൽ ഇവൻ എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല, ഇവനെന്നെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന് ഇബ്ലീസ് അന്ന് പറഞ്ഞത്രേ. അല്ലെ? എത്ര സത്യമാണത്, എത്ര സത്യമാണത്! അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലയോ മലക്കുകളെ, ഞാനിതാ ഒരു പറ്റം ആളുകളെ സൃഷ്ടിക്കാൻ പോകുകയാണ്. മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലയോ റബ്ബേ, എന്തിനാണ് നീ പരിപാടി ചെയ്യുന്നത്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഖാലൂ വതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഞങ്ങളില്ലേ നിനക്ക് ശുക്ർ ചെയ്യാൻ, ഞങ്ങളില്ലേ നിനക്ക് തസ്ബീഹ് ചെയ്യാൻ, ഞങ്ങളില്ലേ നിനക്ക് ഹംദ് പാടാൻ. എന്തിനാണ് രക്തച്ചൊരിച്ചിൽ നടത്തുന്നവരെ നീ സൃഷ്ടിക്കുന്നത്? അല്ലാഹു മറുപടി പറഞ്ഞു, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളെ വായടക്കുക, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകളോടത് പറയാൻ ആവശ്യപ്പെട്ടു. മലക്കുകൾ അവിടെ വെച്ച് പറഞ്ഞു, ഖാലൂ സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അറിവുമില്ല നാദാ, ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാതെ തമ്പുരാനെ. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീയാണ് അറിവുള്ളവനും തത്വജ്ഞാനിയും. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ അറിയുന്നത് നീയാണ് നാദാ. മനുഷ്യന്റെ ഹൃദയത്തിന്റെ തുടിപ്പിനൊപ്പം നീങ്ങുന്ന അവന്റെ വികാരങ്ങളും വിശ്വാസങ്ങളും അറിയുന്നത് നീയാണ് തമ്പുരാനെ. ഇന്നക അൻതൽ അലീമുൽ ഹകീം, നീയാണ് തത്വജ്ഞാനിയും അറിവുള്ളവനും. മലക്കുകൾ പറഞ്ഞത്രേ.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ഭാഷ നൽകി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ഈ കൂടിയിരിക്കലിന്റെ പിറകിൽ ഭാഷയുണ്ട്. ഭാഷയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ സംസാരിക്കും? ഭാഷയില്ലെങ്കിൽ ആദർശം എങ്ങനെ കൈമാറും? അല്ലെ, ഞാനിപ്പോ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണിൽ ഒരു ചിത്രം വന്നു, മൊബൈൽ ഫോൺ അല്ലെ. ഭാഷയില്ല എങ്കിൽ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരേണ്ടി വരും ഞാൻ, അല്ലെ. ആപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നു ആപ്പിളിന്റെ ചിത്രം. ഭാഷയില്ലെങ്കിലോ ആപ്പിള് തേടി പിടിച്ചു കൊണ്ടുവന്ന് കാണിച്ചു തരണം, അല്ലെ. മനുഷ്യന് നൽകിയ വലിയൊരു അനുഗ്രഹം ഭാഷ, അല്ലെ. ആപ്പിൾ എന്ന് പറയുമ്പോ മറ്റവന് മനസ്സിലായി ആപ്പിൾ. മുന്തിരി എന്ന് പറയുമ്പോ മറ്റവന് മനസ്സിലായി മുന്തിരി, അല്ലെ. അള്ളാഹുവിനെ സ്തുതിക്കുക. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ. ഭാഷ എന്ന അനുപമമായ അനുഗ്രഹം നമുക്ക് തന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിറകിൽ നിന്ന് മുതുകുഭാഗത്ത് നിന്ന്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്, മുതുകുഭാഗത്ത് നിന്ന് എല്ലാവരെയും, ലോകത്ത് ജനിക്കാനിരിക്കുന്ന എല്ലാവരെയും പുറത്തേക്ക് എടുത്തു. ലോകത്ത് ഇനി ജനിക്കാനിരിക്കുന്ന എല്ലാവരെയും, അല്ലെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളെയും അള്ളാഹു പുറത്തെടുത്തു ആദം നബിയുടെ മുതുകത്ത് നിന്ന്. എല്ലാവരെയും, നൈസാകുന്ന ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും, ഓരോ വ്യക്തിയും അന്ന് അള്ളാഹു പുറത്തെടുക്കപ്പെടുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആലമുൽ അർവാഹിൽ വെച്ച് എല്ലാവരോടുമായി ചോദിച്ചു. എന്താ ചോദിച്ചതെന്നറിയോ? അലസ്തു ബിറബ്ബിക്കും, നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ മനുഷ്യരാശിയെ? ഖാലൂ ബലാ ബറബ്ബിനാ, ഇല്ല, ഞങ്ങൾക്കൊരു റബ്ബില്ല, ഞങ്ങളെ സൃഷ്ടിച്ച തമ്പുരാനല്ലാതെ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ലോകത്ത് ജനിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യരോടും മുഴുവൻ മനുഷ്യ സഞ്ചയത്തോടുമായി അല്ലാഹുവിന്റെ ചോദ്യം, അല്ലയോ മനുഷ്യരാശിയെ, നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ? നിങ്ങൾക്ക് ആരാധനാ പാത്രമായി മറ്റാരെങ്കിലുമുണ്ടോ? ബലാ ബറബ്ബിനാ, ഞങ്ങളുടെ റബ്ബ് മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ തെറ്റിപ്പോയി? ആലമുൽ അർവാഹിൽ വെച്ച് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകത്ത് എല്ലാവരുമാകുന്ന സമസ്തയാകട്ടെ, മുജാഹിദാകട്ടെ, ജമാഅത്താകട്ടെ, തബ്ലീഗാകട്ടെ, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ബുദ്ധനാകട്ടെ, ജൈനനാകട്ടെ, ജൂതനാകട്ടെ, പാഴ്സി മതക്കാരനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, അധികാരിയാകട്ടെ, അധീനനാകട്ടെ, പണമുള്ളവനാകട്ടെ, പണമില്ലാത്തവനാകട്ടെ, മുതലാളിയാകട്ടെ, തൊഴിലാളിയാകട്ടെ, എല്ലാവരും അല്ലാഹുവിനോട് കൊടുത്ത വാഗ്ദാനമാണ് ബലാ ബറബ്ബിനാ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ തമ്പുരാനേ. ആ വാഗ്ദാനം കൊടുത്തിട്ടാ ഭൂമിയിലേക്ക് വന്നത്. ആ വാഗ്ദാനവും അള്ളാഹുവിന് നൽകിയിട്ടാണ് ഞാനും നിങ്ങളും ഭൂമിയിലേക്ക് വന്നത്. സുബ്ഹാനല്ലാഹ്, ഓർമ്മയില്ല, അല്ലെ, മറന്നുപോയി. ഇവിടെ എത്തുമ്പോ പിശാച് മറപ്പിച്ചു കളഞ്ഞു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സുജൂദ് ചെയ്യാൻ എല്ലാവരോടും കൽപ്പിച്ചു. ഇബ്ലീസ് പറഞ്ഞു, പറ്റൂല. എന്തേ കാരണം? അല്ലാഹ്, ഞാൻ എങ്ങനെയാണ് ആദമിന് സുജൂദ് ചെയ്യുക? എന്നെ തീനെ കൊണ്ടല്ലേ നീ സൃഷ്ടിച്ചത്, ആദമിനെ മണ്ണിനെ കൊണ്ടല്ലേ, ഞാൻ എങ്ങനെയാണ് ആദമിന് സുജൂദ് ചെയ്യുക? അല്ലാഹ് പറഞ്ഞു, പോടാ പുറത്ത്, സ്വർഗത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തേക്ക് പോയിക്കൊള്ളുക, ഇനി നിനക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. ഇബ്ലീസിനോട് അല്ലാഹ് പറഞ്ഞു. ഇബ്ലീസ് ചോദിച്ചു, പടച്ചോനെ, ഖാല അൻദിർനി ഇലാ യൗമി യുബഅസൂൻ, ഒരുപാട് നാളെ ഞാൻ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തില്ലേ, ഭൂമിയുടെ മുക്കിലും മൂലയിലും ഞാൻ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്തില്ലേ, അതിന്റെ പകരമായി എനിക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കണം. അല്ലാഹ് പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ, പോയിക്കോ, എന്നാൽ നിനക്കിതാ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുവാനുള്ള അവസരം നൽകിയിരിക്കുന്നു. എന്നിട്ട് ഇബ്ലീസ് അല്ലാഹുവിനോട് പറയുകയാണ്, മനുഷ്യരെ ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ലഉഗ്വിയന്നഹും അജ്മഈൻ, ആദമിന്റെ ഓരോ സന്തതിയെയും ഞാൻ വഴിതെറ്റിക്കും. ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, നേരായ പാതയുടെ അടുത്ത് ഞാൻ ചെന്നിരിക്കും. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ വഴിയിൽ ഞാൻ ഉണ്ടാകും. പോടാ സിനിമാ തിയേറ്ററിലേക്കെന്ന് പറയാൻ. സുമ്മല آتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين.
അവരുടെ വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും മുകളിൽ കൂടെയും താഴെ കൂടെയും എല്ലാം ഞാൻ കടന്നു ചെല്ലും. വഴി തെറ്റിക്കുക തന്നെ ചെയ്യും ഞാൻ. പിശാച് വെല്ലുവിളിച്ചതാ അല്ലേ? ഈ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ അവനുണ്ട് വഴി തെറ്റിക്കാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. സഹോദരങ്ങളെ, ഒറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. രണ്ട് സോപ്പ് കമ്പനികളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടും സോപ്പ് കമ്പനികളാണ്. രണ്ട് സോപ്പ് കമ്പനികളും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാനേജർക്ക് ആപ്ലിക്കേഷൻ വിളിച്ചു. രണ്ട് സോപ്പ് കമ്പനികൾക്ക് എന്താ ആവശ്യമുണ്ട്? മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാനേജറെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സോപ്പ് കമ്പനിയിലേക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള് വന്നു. ശ്രദ്ധിക്കണേ, ശരിക്കും ശ്രദ്ധിക്കണം. ഒരു സോപ്പ് കമ്പനിയിലേക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള് കടന്നു വന്നു. മറ്റേ സോപ്പ് കമ്പനിയിലേക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളും വന്നു. അങ്ങനെ അവർ രണ്ടും കൂടി മത്സരം തുടങ്ങി. രണ്ട് സോപ്പ് കമ്പനികളും മത്സരം തുടങ്ങി. ഒരു സോപ്പിന്റെ പേര് എ, മറ്റൊരു സോപ്പിന്റെ പേര് ബി. ഈ രണ്ട് സോപ്പ് കമ്പനികളും തമ്മിൽ മത്സരം തുടങ്ങി. എ കമ്പനിയിലുള്ള എക്സിക്യൂട്ടീവ് മാനേജർക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ബി കമ്പനിയിലുള്ള എക്സിക്യൂട്ടീവ് മാനേജർക്ക് 5 വർഷം മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ. ഇത് രണ്ടും മത്സരിച്ചാൽ ഏത് കമ്പനിയാ ജയിക്കുക? നിങ്ങൾ പറയും സഹോദരങ്ങൾ, ഏത് കമ്പനി ജയിക്കും? 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള മാനേജറുള്ള കമ്പനി ജയിക്കൂലേ? അല്ലേ? അവിടെ എക്സ്പീരിയൻസിന്, പ്രവൃത്തി പരിചയത്തിന് വലിയ സ്ഥാനമുണ്ട്, ഇല്ലേ? ഇബ്ലീസിന് എത്ര വർഷം പ്രവൃത്തി പരിചയമുണ്ട്? ഇബ്ലീസിന് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടല്ലേ പ്രീ ഹിസ്റ്റോറിക് ഏജ് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന ആ കാലഘട്ടം തൊട്ട് ഇബ്ലീസ് തുടങ്ങിയിട്ടുണ്ട് പണി, മനുഷ്യനെ വഴിതെറ്റിക്കാൻ. അല്ലെ? ഞാനും നിങ്ങൾ ജനിച്ചിട്ട് 70ഓ 80ഓ വർഷം. ഐൻസ്റ്റീൻ ആകട്ടെ, ഐസക് ന്യൂട്ടൺ ആകട്ടെ, അന്നാ കരീന എഴുതിയ ടോൾസ്റ്റോയും ട്രോട്സ്കി ആകട്ടെ, ആരായാലും ഇബ്ലീസിന്റെ അടുത്ത് എത്തൂല. ഇബ്ലീസിന്റെ അടുത്ത് എത്തൂല. കാരണം ഇബ്ലീസിന് യുഗങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ട്. ആ ഇബ്ലീസിന്റെ അടുത്ത് ജയിക്കണമെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇബ്ലീസിന്റെ അടുത്ത് ജയിക്കണമെങ്കിൽ അല്ലെ? എങ്ങനെയാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കള് തെറ്റിപ്പോയത്? തമാശയും കളിയാണോ? ആണോ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ എങ്ങനെയാ തെറ്റിപ്പോയത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. ആകാശത്ത് നിന്ന് മലക്കുകൾ വന്നുകൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറമാടി, ഖബറടക്കി. പിന്നെ എങ്ങനെ തെറ്റിപ്പോയി ഈ സമുദായം? എന്താ ചെയ്തതെന്നറിയോ? ആദം നബി മരിച്ചതോടുകൂടി ഉപ്പയില്ലാത്ത മക്കള് ബടക്കാവാൻ തുടങ്ങി. ഉപ്പയില്ലാത്ത മക്കള് മോശാവാൻ തുടങ്ങി, വ്യഭിചരിക്കാൻ തുടങ്ങി, തല്ലുകൂടാൻ തുടങ്ങി, യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഇതിനൊന്നും നിൽക്കാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. നല്ല ആളുകളായി, ശുദ്ധന്മാരായി ജീവിക്കുന്ന കുറച്ച് ആളുകൾ. അവരാണ് വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ, അങ്ങനെ പോകുന്നു. അങ്ങനെ അവരൊക്കെ മരിച്ചു. ഈ പറഞ്ഞ ആളുകളൊക്കെ മരിച്ചു. അപ്പൊ ഇബ്ലീസ് വന്നു. ആരുടെ അടുത്ത്? ആദം നബിയുടെ മക്കളുടെ അടുത്ത്, ആദ്യത്തെ മക്കളുടെ അടുത്ത്. എന്നിട്ട് ഇബ്ലീസ് വന്നിട്ട് ചോദിച്ചു, വദ് മരിച്ചില്ലേ? മരിച്ചു. സുവാഅ് മരിച്ചില്ലേ? മരിച്ചു. യഊഖ് മരിച്ചില്ലേ? മരിച്ചു. യഊസ് മരിച്ചില്ലേ? മരിച്ചു. നസ്ർ മരിച്ചില്ലേ? മരിച്ചു. ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യൂ? ഇനി എല്ലാവരും മരിച്ചില്ലേ? ഇനി നിങ്ങൾക്ക് ആരാണ് നല്ലത് ചെയ്യാൻ പറഞ്ഞുതരാ? ബടക്ക് ചെയ്യുമ്പോ ആരാണ് നിങ്ങളെ തടയുക? എന്തെങ്കിലും പരിഹാരം കാണണ്ടേ? അപ്പോ മനുഷ്യരുടെ മനസ്സിൽ ശരിയാണല്ലോ, അവരൊക്കെ മരിച്ചില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ ഇബ്ലീസ് ഒരു പോംവഴി പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, വദ്ദിന്റെ ചിത്രം അങ്ങോട്ട് വരച്ചാളാ. വദ്ദിന്റെ ചിത്രം അങ്ങോട്ട് വരച്ചോ. യഹൂസിന്റെ, യൗക്കിന്റെ, നെസറിന്റെ ചിത്രം അങ്ങോട്ട് വരച്ചാലാ പ്രശ്നമൊന്നുമില്ലല്ലോ. അവരെ കാണുമ്പോ എന്താവും? കള്ള് കുടിക്കാൻ പോകുമ്പോ വദ്ദിന്റെ ചിത്രം കാണുമ്പോ വേണ്ട, കള്ള് കുടിക്കണ്ട വദ്, കള്ള് കുടിക്കണ്ട യൗസ്, കള്ള് കുടിക്കണ്ട യൗക്ക്, നെസർ, അതുകൊണ്ട് കള്ള് വേണ്ട. അവര് നല്ല ആളുകളാണല്ലോ. അങ്ങനെ ആ തലമുറ മരിച്ചുപോയി. ആ തലമുറ മരിച്ചുപോയി. അടുത്ത തലമുറ വന്നു. അടുത്ത തലമുറ വന്നപ്പോ ഇബ്ലീസ് പറഞ്ഞു, ചിത്രത്തിന് മായല് സംഭവിക്കില്ലേ? ചിത്രം വടക്കാവൂലേ? കേടുവരില്ലേ? അതുകൊണ്ടൊരു കാര്യം ചെയ്യാ, കല്ലിൽ കുത്തിവെക്കാം, കല്ലിൽ കൊത്തിവെക്കാം. അപ്പൊ പറഞ്ഞു, ആ ശരിയാണ്, കല്ലിൽ കൊത്തിവെക്കാം. കല്ലിൽ കൊത്തിവെച്ചു. ഇബ്ലീസ് വളരെ ക്ഷമയോടുകൂടി എടുക്കുന്ന പണിയാണ് കേട്ടാ, വളരെ ക്ഷമയോടുകൂടി എടുക്കുന്ന പണിയാണ് ഇബ്ലീസ്. കൊത്തിവെച്ചു കല്ല്. ആ തലമുറയെ മരിച്ചു. അടുത്ത തലമുറ വന്നു. ഇബ്ലീസ് പോയി പറഞ്ഞു, മക്കളെ, അള്ളാനെ നേരിട്ട് വിളിക്കണ്ട, പാപികളാണ് നിങ്ങൾ, ദോഷികളാണ് നിങ്ങൾ, അള്ളാനെ നേരിട്ട് വിളിക്കല്ലേ. പിന്നെ വദ്ദിന്റെ അടുത്ത് പറയും, യൗക്കിന്റെ അടുത്ത് പറയും, യൗസിന്റെ അടുത്ത് പറയും, നസറിന്റെ അടുത്ത് പറയും. പറഞ്ഞു, വദ്ദേ, അള്ളാന്റെ അടുത്ത് ശുപാർശ ചെയ്യണേ.
യൗസേ അള്ളാന്റെ അടുത്ത് ശുപാർശ ചെയ്യണേ അല്ലെ. നോക്കിയ നിങ്ങൾ ഷിർക്കിലേക്ക് പോകുന്ന വഴി ഇന്നാലില്ല നഊദു ബില്ലാഹ്. തൗഹീദ് മാത്രം ഉൾക്കൊണ്ട ഒരു സമുദായം വല്ലാഹി 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 ഈ ലോകത്ത് ഏതൊക്കെ തൗഹീദിന്റെ സമുദായം ഉണ്ടായിട്ടുണ്ടോ അവരുടെ അടുത്തേക്കൊക്കെ ഇബ്ലീസ് കടന്നു വന്നിട്ടുണ്ട്, ശൈത്താൻ കടന്നു വന്നിട്ടുണ്ട്, കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ട്, ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട്, ഷിർക്കിന്റെ പാതാളത്തിലേക്ക് എന്നേക്കുമായി തള്ളിയിട്ടിട്ടുണ്ട് അല്ലെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷക്കാലം തൊണ്ട കീറി പ്രബോധനം ചെയ്തു അല്ലെ. തൊണ്ട കീറി പ്രബോധനം ചെയ്തു. അല്ലാഹുവേ, ഞാൻ രാവും പകലുമില്ലാതെ രഹസ്യമായും പരസ്യമായും അവരെ ഞാൻ പ്രബോധനം ചെയ്തു. അവരെന്താ ചെയ്തത്? നൂഹ് നബി അല്ലാഹുവിനോട് പരാതി പറയാ, ജഅലൂ അസാബിഅഹും ഫീ ആദാനിഹിം അവരവരുടെ ചെവികളിലേക്ക് വിരൽ വെച്ച് കളഞ്ഞു. നാഥാ, ഓടിക്കളഞ്ഞു തമ്പുരാനെ, എന്റെ വാക്കുകളെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. നാഥാ, അവരെന്റെ വാക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള ചെവിയും തന്നില്ല തമ്പുരാനെ. ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അതുകൊണ്ട് ഒരൊറ്റ കുഞ്ഞിനെ പോലും ഈ ഭൂമിയിൽ വിടരുത്. കാഫിറായ ഒരൊറ്റ മനുഷ്യരെ പോലും ഈ ഭൂമിയിൽ നീ അവശേഷിപ്പിച്ച് കളയരുത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അല്ലാഹു കൽപ്പന നൽകി, വസ്നഇൽ ഫുൽക ബിഅയുനിനാ വവഹീനാ. നൂഹേ, നീ ഒരു കാര്യം ചെയ്തു കൊള്ളുക, കപ്പലുണ്ടാക്കിക്കൊള്ളുക. നമ്മുടെ കൺമുന്നിൽ വെച്ച് കപ്പലുണ്ടാക്കിക്കൊള്ളുക. കപ്പലുണ്ടാക്കുന്ന സമയത്ത് നാട്ടിലുള്ള എല്ലാവരും പരിഹസിച്ചു. എന്താണ് നൂഹേ ചെയ്യുന്നത്? പൊട്ടത്തരമാണോ ചെയ്യുന്നത്? ഇവിടെ കടലുണ്ടോ? ഇവിടെ പുഴയുണ്ടോ? നീ എന്തിനാണ് കപ്പലുണ്ടാക്കുന്നത്? പറഞ്ഞ് നിനക്ക് ഭ്രാന്തായോ? അവസാനം അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, ഭൂമി നിന്റെ ഭൂഗർഭജലത്തെ മുഴുവനും പുറത്തേക്ക് തള്ളുക, ആകാശമേ പേമാരി പെയ്യിക്കുക. ഓവനിന്റെ അകത്ത് നിന്ന് പോലും വെള്ളത്തിന്റെ പ്രവാഹമുണ്ടായി. മൗജുൻ കൽ ജിബാൽ. മലകളെ പോലെയുള്ള തിരമാലകൾ ഒരു സിവിലൈസേഷനെ മുഴുവനും നശിപ്പിച്ചു കളയുകയാണ്. മൗജുൻ കൽ ജിബാൽ. എത്രയാണൊരു മലയുടെ ഉയരം? 1000 അടി, 2000 അടി, 3000 അടി ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ അത്രയുമുള്ള തിരമാല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അൾട്രാസോണിക് വിമാനത്തിന് പോലും രക്ഷപ്പെടാൻ ഒരുപാട് പാട് തന്നെയാണ്. രക്ഷപ്പെടാൻ കഴിയാത്ത അത്രയും ഉയരത്തിൽ അല്ലാഹുവിന്റെ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷ വന്ന് കഴിഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലതാ ആ തിരമാലകൾക്കിടയിലൂടെ ഒഴുകിപ്പോകുകയാണ്. തീപ്പെട്ടി പോലെയുള്ള ആ കപ്പൽ അല്ലേ, മലകളോളം ഉയരമുള്ള വലിയ തിരമാലകൾക്കിടയിലൂടെ ഒരു തീപ്പെട്ടിയോളം പോന്ന കപ്പൽ ഒഴുകി നീങ്ങുകയാണ്. അതാ കപ്പലിന്റെ സാങ്കേതിക വിദ്യയല്ല, അതാ കപ്പലിന്റെ സയന്റിഫിക്കൽ ഫോർമേഷൻ അല്ല, അതാ കപ്പലിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് അല്ല. പിന്നെ അല്ലാഹുവിന്റെ കൺമുന്നിലാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നത്. അല്ലാഹുവിന്റെ അധ്യാപനത്തിലാണ് ആ കപ്പൽ സഞ്ചരിക്കുന്നത്. മല പോലെയുള്ള തിരമാലകളിൽ ആ കപ്പൽ തീപ്പെട്ടിയുടെ അത്ര മാത്രമേ ഉള്ളുവെങ്കിലും അല്ലാഹുവിന്റെ സംരക്ഷണം ആ കപ്പലിനുണ്ട്. അല്ലാഹുവിന്റെ ബലിഷ്ഠമായ കരങ്ങളുടെ സംരക്ഷണം ആ കപ്പലിനുണ്ട്. അല്ലാഹുവിന്റെ അചഞ്ചലമായ വിധിയാണ് ആ കപ്പലിനെ തിരമാലകൾ മുറിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലേ, അല്ലാഹു വിജയിപ്പിച്ചു തൗഹീദിനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ വിജയിപ്പിച്ചു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ വീണ്ടും ഭൂമിയിലുണ്ടായി. ആ സമുദായത്തിൽ നിന്ന് തന്നെ പിന്നെയും മുശ്രിക്കുകൾ ഉണ്ടായി. ആ സമുദായത്തിൽ നിന്ന് തന്നെ വീണ്ടും മുശ്രിക്കുകൾ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ അല്ലേ. ഇബ്ലീസ് പല വഴിയും കാണിച്ചു തരും, പല വഴിയും ഇബ്ലീസ് കാണിച്ചു തരും. മനസ്സിലാക്കാൻ പറ്റാത്ത വഴികൾ. വീണ് പോകരുത്, അതില് വീണ് പോകരുത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആദർശം നെഞ്ചോട് ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരും അല്ലേ, കടുത്ത പരീക്ഷണങ്ങൾ. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഥ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഈ കഥയൊക്കെ റബ്ബ് വിവരിച്ചു തരുന്ന എന്തിനു വേണ്ടിയാണെന്നറിയോ? മനുഷ്യൻ മനസ്സിലാക്കാനാണ്. എന്താണ് ആ കഥ?
فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقوا الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين വല്ലാത്ത ഒരു ചരിത്ര സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല താലൂത്ത് നബി അലൈഹി താലൂത്ത് എന്ന രാജാവിന് വഹി നൽകിയ സന്ദർഭം താലൂത്ത് എന്ന രാജാവിന് അറിവ് നൽകിയ സന്ദർഭം താലൂത്ത് തന്റെ ജനങ്ങളോട് പറയുകയാണ് അല്ലയോ ജനങ്ങളെ അല്ലയോ സൈന്യമേ ജാലൂത്ത് എന്ന രാക്ഷസനുമായി യുദ്ധത്തിന് പോകുന്ന സൈന്യമേ ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ ഒരു നദി കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ഫമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി ആരെങ്കിലും ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആരെങ്കിലും ആ നദിയിൽ നിന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ ഫലൈസ മിന്നി അവർ നമ്മിൽ പെട്ടവനല്ല ഇല്ലാ മൻ ഇഖ്തറഫ ഖുർഫതൻ ബിയദി നന്നദാഹമുണ്ടെങ്കിൽ ഒരു കവിള് മാത്രം കുടിക്കുക ഒരൊറ്റ കവിള് മാത്രം കുടിക്കുക ഇല്ലാ മൻ ഇഖ്തറഫ ഖുർഫതൻ ബിയദി ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും കളകളാരവം ഒഴുക്കിക്കൊണ്ട് ഒഴുകുന്ന ജോർദാൻ നദിയുടെ തീരത്തെത്തിയ സമയത്ത് ജോർദാൻ നദിയുടെ വക്കത്തെത്തിയ സമയത്ത് ലോകൈകനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാപനമതാ ഒരു വലിയ സമുദായം മറന്നു കളയുകയാണ് ഫശരിബൂ മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹും വളരെ ചുരുക്കം ചില ആളുകൾ വളരെ ചുരുക്കം ചില ആളുകൾ ഒഴികെ മറ്റെല്ലാവരും വെള്ളം കുടിച്ചു കളഞ്ഞു അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ തോറ്റു അല്ലേ ഒരു വലിയ സമുദായം തെറ്റിപ്പോയി